നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ലഹരി മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ, ഇല്ലാതാക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് കാലങ്ങളായി ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട ഒരു കേസെങ്കിലും മിനിമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പത്രങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ അതൊക്കെ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ലഹരി മാഫിയെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടികൾ നമ്മുടെ എക്സൈസോ പോലീസോ ഒക്കെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഇവിടെ ഉയരും. പക്ഷേ നമ്മൾ കേരളത്തിലെ കഥയല്ല പറയുന്നത്, നമ്മൾ ലണ്ടനിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ കഥയാണ് പറയുന്നത്. ഒരു വർഷം നീണ്ട പരിശ്രമത്തിലൂടെ ഒരു വലിയ ലഹരി മാഫിയ സംഘത്തെ അല്ലെങ്കിൽ ഒരു വൻ ശൃംഖലയെ യൂറോപ്യൻ പോലീസ് തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം അത്രമാത്രം ഉണ്ടായിരുന്നു ഈ സംഘത്തിൻ്റെ വ്യാപ്തി. ഒരു വർഷം നീണ്ട ഓപ്പറേഷൻ, ഒന്നും രണ്ടും ദിവസമല്ല, ഒന്നും രണ്ടും മാസങ്ങളല്ല, 6 മാസമല്ല, ഒരു വർഷമെടുത്ത് കൃത്യമായ നടപടിയിലൂടെ, കൃത്യമായ ഓപ്പറേഷനിലൂടെ ഈ വലിയ ലഹരി മാഫിയ ശൃംഖലയെ യൂറോപ്യൻ പോലീസ് തകർത്തെറിഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ പോലീസിനെ നമുക്ക് യൂറോ പോലീസ് എന്ന് വേണമെങ്കിൽ ഒരു ചെറു രൂപത്തിൽ വിളിക്കാം. 8 ടൺ കൊക്കൈനാണ്, അതായത് 8000 കിലോ കൊക്കൈനാണ് സംഘത്തിൽ നിന്ന് പിടികൂടിയത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. യൂറോപോളിൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ പോലീസിൻ്റെ ഈ ഓപ്പറേഷൻ ലോക മയക്കുമരുന്ന് വേട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓപ്പറേഷനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ലഹരി വേട്ടയുടെ ഭാഗമായി 40 പേരെയാണ് ഈ ലഹരി മാഫിയ സംഘത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുർക്കിയും ദുബായുമാണ് ഈ ഒരു കാർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു സംഘത്തിൻ്റെ നേതാക്കന്മാർ, ഇതിൻ്റെ നിയന്ത്രിക്കുന്നവർ, ഈ സംഘത്തെ, കാർട്ടൽ സംഘത്തെ നിയന്ത്രിക്കുന്നവർ ഉള്ളത് എന്നാണ് ഇപ്പോൾ യൂറോപോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ നടപടിയുടെ ഭാഗമായി കാർട്ടൽ എന്ന് പറയുന്ന ഈ വലിയ ഗ്രൂപ്പിന്, വലിയ ശൃംഖലയ്ക്ക് വലിയ ക്ഷതമാണ്, വലിയ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപോൾ വക്താക്കൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്തതാണ്, ആർക്കും പിടിക്കാൻ പറ്റാത്തതാണ്. അതായത് കൊക്കൈൻ പോലുള്ള രാസലഹരിയുടെ അല്ലെങ്കിൽ വലിയ മയക്കുമരുന്നിൻ്റെ വലിയ ശൃംഖല പിടിച്ചെടുത്തത് തന്നെ 8000 കിലോ ഉണ്ട്. അപ്പോൾ ഇവർ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്രയേറെ കിലോഗ്രാം അല്ലെങ്കിൽ എത്ര ടൺ ലഹരി മരുന്ന് അല്ലെങ്കിൽ കൊക്കൈൻ പോലുള്ള ലഹരി വസ്തുക്കൾ വിവിധ ഇടങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ടൺ കണക്കിന് കൊക്കൈൻ വിതരണം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു കാർട്ടലാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. മാഡ്രിഡിൽ വെച്ചാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയ സ്പാനിഷ് പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഓസ്കാർ എസ്റ്റബൻ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ബോട്ടുകളിൽ നിന്നടക്കം, അതായത് വിവിധ മാർഗ്ഗങ്ങളിലൂടെയാണ് ലഹരി കടത്തുന്നത്. ബോട്ടുകളിലൂടെ, വിമാനത്തിലൂടെ, അതുപോലെ റോഡ് മാർഗം, അതുപോലെ കപ്പൽ മാർഗം ഒക്കെയാണ് ലഹരി കടത്തുന്നത്. ബോട്ടുകളിൽ നിന്നടക്കം ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വർഷം നീണ്ട ഓപ്പറേഷൻ്റെ അന്തിമഘട്ടം ആരംഭിച്ചത് ഓഗസ്റ്റ് 2023 കാനറിയിലേക്ക് ഇറ്റാലിയൻ പൗരന്മാർ സഞ്ചരിച്ച ബോട്ടിൽ നിന്ന് വലിയ അളവ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയതോടെയാണ് ഈ ഒരു ഓപ്പറേഷൻ്റെ തുടക്കം തന്നെ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ലഹരി മരുന്നുകൾ എത്തിക്കുന്നതിൽ പ്രധാന പാതയിലൊന്നാണ് സ്പെയിൻ. ബാൾക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായവരിൽ ഏറെയുമെന്നാണ് യൂറോപോൾ, അതായത് യൂറോപ്യൻ പോലീസ് വിശദമാക്കുന്നത്. 6 രാജ്യങ്ങളിൽ നിന്നായിട്ടാണ് ഇപ്പോൾ 40 പേരെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ഈ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടുന്നു. സംഘാംഗങ്ങളിലെ അവസാന ആളെ ബുധനാഴ്ച സ്പെയിനിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. യൂറോപ്പിലേക്ക് കൊക്കൈൻ എത്തിക്കുന്നതിൽ ഏറിയ പങ്കും ഈ ഒരു ബാൾക്കൻ എന്ന് പറയുന്ന ഈ കാർട്ടലിൻ്റേതാണ് എന്നാണ് യൂറോപ്യൻ പോലീസ് അവകാശപ്പെടുന്നത്. കാർട്ടലിൻ്റേതായിട്ടുള്ള ദശലക്ഷക്കണക്കിന് യൂറോയും പിടിയിലായിട്ടുണ്ട്. ദക്ഷിണ അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്ന കൊക്കൈൻ പശ്ചിമ ആഫ്രിക്കയിലേക്കും ഇവിടെ നിന്ന് കാനറി ദ്വീപുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ എത്തിക്കുന്നതാണ് ഇവരുടെ ഈ ശൃംഖലയുടെ, ബാൾക്കൻ കാർട്ടൽ ശൃംഖലയുടെ രീതി. വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ ലഹരി മരുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് എന്നും യൂറോപോൾ വിശദമാക്കുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ മയക്കുമരുന്ന് ശൃംഖല, ബാൾക്കൻ കാർട്ടൽ എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് പിടിയിലായത്. ടൺ കണക്കിന് കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിയിലായി. ഒരു വർഷം നീണ്ട ഓപ്പറേഷനൊടുവിലാണ് ഇത് ഇവരെ പിടിച്ചത് എന്നോർക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഈ അന്വേഷണ സംവിധാനത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു പോവുകയാണ്. അവിടെ പോയി കണ്ടില്ല, എന്നാൽ പിന്നെ ആകട്ടെ എന്ന രീതിയല്ലേ ഇവിടെ പിന്തുടരുന്നത്. അതങ്ങനെയല്ല, ഒരു വർഷം നീണ്ട പലതരത്തിൽ പല രീതിയിൽ ഇവരെ വളഞ്ഞിട്ട് പിടിച്ച് ഇവരെ തൊണ്ടി മുതലോടെ എല്ലാ തെളിവുകളോടും കൂടി പൊക്കാനാണ് യൂറോപോൾ അഥവാ യൂറോപ്യൻ പോലീസ് ശ്രമിച്ചത്. അത് അവർക്ക് സാധ്യമാവുകയും ചെയ്തു. ഇങ്ങനെ എത്രയെത്ര കാർട്ടലുകൾ, എത്രയെത്ര മയക്കുമരുന്ന് സംഘങ്ങൾ, ശൃംഖലകളൊക്കെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ
എന്നാലും മയക്കുമരുന്ന് എന്ന് പറയുന്ന ഈ സംഭവം ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും എന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല. എങ്കിലും അത് നിയന്ത്രിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്നത് തടയാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയോട് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരുമൊക്കെ തന്നെ പ്രതികരിക്കുന്നത്.